ശരി, ശ്രീജിത്ത് പണിക്കർ, ഇപ്പോൾ ഹിജാബ് വിവാദം ഏപ്രിൽ കർണാടകത്തിലൊക്കെ 29 വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടതാണ്. ആ സമയം കർണാടക ഹൈക്കോടതി അന്ന് ഈ കേസ് വാദത്തിനെടുത്തപ്പോൾ അവിടെ ഉദ്ധരിക്കപ്പെട്ട ഒരു വിധിഭാഗം എന്ന് പറയുന്നത് കേരള ഹൈക്കോടതിയുടെ വിധിയായിരുന്നു. 2018 തന്നെ കേരള ഹൈക്കോടതി വിധി പുറപ്പെടുവിച്ചിട്ടുള്ളതാണ്. ഇത് സ്കൂൾ മാനേജ്മെന്റുകൾക്ക് ഉചിതമായ തീരുമാനം എടുക്കാമെന്നും. അന്നും ഞാൻ ഓർക്കുന്നു, ഇങ്ങനെ ഹിജാബിന്റെ പേരിലാണ് രണ്ട് പെൺകുട്ടികളാണ് അന്ന് കോടതിയെ സമീപിച്ചത്, ഹിജാബ് ധരിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്. പക്ഷേ അത് കോടതി അംഗീകരിച്ചിരുന്നില്ല, കേരള ഹൈക്കോടതി. അപ്പോൾ ആ വിധി നിലനിൽക്കുമ്പോൾ ഇവിടെ ഹിജാബിന് വേണ്ടി സ്കൂളിൽ വാശി പിടിച്ചത് അതെന്തായാലും നിയമവിരുദ്ധമായ ഒരു കാര്യമാണല്ലോ. നിശ്ചയമായും ശ്രീ മഞ്ജുഷ്, ഇതിൽ പ്രധാനമായിട്ട് എല്ലാവരും മനസ്സിലാക്കേണ്ടുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നീയും ഞാനും തമ്മിൽ വ്യത്യാസമുണ്ട് എന്ന് കാണിക്കാനല്ല, മറിച്ച് വ്യത്യാസമില്ല എന്ന് കാണിക്കാനാണ് യൂണിഫോം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ യൂണിഫോം ധരിക്കുന്ന സമയത്ത് അതിന് പുറത്തേക്കുള്ള ഏതെങ്കിലും മതത്തിനെ കാണിക്കുന്ന രീതിയിലത്തേക്കുള്ള ഒരു വസ്ത്രധാരണ രീതി അതിൽ സ്വീകരിക്കേണ്ടതില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത്, ഈ സ്കൂൾ വിദ്യാഭ്യാസം എന്നത് പൂർണ്ണമായിട്ടും ഒരു സെക്കുലർ ഫംഗ്ഷനാണ്. കാരണം സ്കൂളുകളിൽ നൽകുന്നത് മതവിദ്യാഭ്യാസമല്ല, മതേതര വിദ്യാഭ്യാസമാണ്. അതുകൊണ്ട് തന്നെ അവിടെ മതപരമായിട്ടുള്ള വസ്ത്രങ്ങൾ ധരിക്കുന്നതല്ല, മതപരമല്ലാത്ത വസ്ത്രങ്ങൾ ധരിക്കുന്നതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള കാര്യം. അതാണ് മതേതരം. ഇത് മനസ്സിലാക്കുന്നത് സ്കൂൾ മാനേജ്മെന്റിനെ പോലെ തന്നെ അവിടെയുള്ള വിദ്യാർത്ഥികളും അവരുടെ പേരൻസും കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതാണ്. സ്കൂൾ മാനേജ്മെന്റിന് ഇതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ള ധാരണയുണ്ട് എന്നുള്ളത് അവരുടെ സ്കൂൾ ഡയറിയും റൂൾസ് ആൻഡ് റെഗുലേഷൻസും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാകും. ഉദാഹരണത്തിന് അവരുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസിലെ 3ാമത്തെ ക്ലോസ് നോക്കിക്കഴിഞ്ഞാൽ പേരൻസ് അല്ലെങ്കിൽ ഗാർഡിയൻസ് ആരാണെങ്കിലും അവർ കുട്ടികളെ സ്കൂളിലേക്ക് അയക്കുന്നത് അവരുടെ സ്കൂൾ ഡയറിയിൽ പറഞ്ഞിരിക്കുന്നത് പ്രകാരമുള്ള ഡെസിഗ്നേറ്റഡ് യൂണിഫോം ധരിച്ചാണ് എന്ന് ഉറപ്പുവരുത്തണം എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കൃത്യമായിട്ടുള്ള ഒരു ധാരണ അല്ലെങ്കിൽ കൺകറൻസ് ഒക്കെ തന്നെ രക്ഷകർത്താക്കളുടെ ഭാഗത്തു നിന്നുള്ളതാണ്. തന്നെയുമല്ല, സ്കൂൾ ഡയറിയുടെ 30 മുതൽ 33 വരെയുള്ള ചട്ടങ്ങളിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ഈ സ്കൂളിലെ യൂണിഫോമുമായി ബന്ധപ്പെട്ട് ഒരു സ്റ്റുഡൻറ്റും ആ സ്റ്റുഡൻറ്റിൻ്റെ ഗാർഡിയനും മനസ്സിലാക്കേണ്ടത്, അംഗീകരിക്കേണ്ടത്, എക്സ്പ്രസ് ആയിട്ടുള്ളവരുടെ പെർമിഷൻ കൊടുക്കേണ്ടത്. അതിലൊന്ന്, ഈ ടൈം ഓഫ് അഡ്മിഷനിൽ തന്നെ റിട്ടൺ ഡിക്ലറേഷനാണ് അവർ കൊടുക്കുന്നത്. ഈ സ്കൂളിൻ്റെ യൂണിഫോം പോളിസി എന്താണോ ആ പോളിസി അവർ പാലിക്കും എന്ന്. അപ്പോൾ ആ പോളിസിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തിന് വിരുദ്ധമായിട്ട് ഒരു മതവസ്ത്രത്തിനെ അവിടെ പ്രദർശിപ്പിക്കണം എന്നുള്ള ധാരണയോടുകൂടി ആരെങ്കിലും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അത് ചട്ടവിരുദ്ധമാണ്. അത് കോടതി വിധികളുടെ ലംഘനമാണ്. തന്നെയുമല്ല, ഏറ്റവും ഫണ്ടമെന്റലായിട്ട് ആ സ്കൂളിൽ അഡ്മിഷൻ നേടുന്ന സമയത്ത് അവിടെ കൊടുത്തിരിക്കുന്ന ഡിക്ലറേഷന് വിരുദ്ധമാണ്. അത് വിദ്യാർത്ഥി മാത്രമല്ല, വിദ്യാർത്ഥിയുടെ രക്ഷകർത്താവ് കൂടി അതിൽ ആ ഒരു ഡിക്ലറേഷൻ കൊടുക്കുന്നുണ്ട് എന്നുള്ള ഒരു കാര്യമുണ്ട്. അപ്പോൾ നമ്മൾ തന്നെ എക്സ്പ്രസ് ആയിട്ട് ഒരു കാര്യത്തിൽ കൺസെന്റ് കൊടുത്തിട്ട് ആ കൺസെന്റിന് വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ ചെയ്യാൻ പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ അത് ചട്ടവിരുദ്ധമായി കഴിഞ്ഞു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യം. രണ്ട്, പല ആൾക്കാരും ചോദിക്കുന്നുണ്ട് മതവസ്ത്രം ധരിക്കാനുള്ള മൗലികാവകാശം വസ്ത്ര സ്വാതന്ത്ര്യത്തിന്റെ ഭാഗമായിട്ട് ആർട്ടിക്കിൾ 21 ഭാഗമായിട്ട് എല്ലാവർക്കും ഇല്ലേ എന്ന്. അത് തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ അതൊരു വിദ്യാഭ്യാസ സ്ഥാപനത്തിലോ അതല്ലെങ്കിൽ ഒരു തൊഴിലിടത്തിലോ ഒരു തൊഴിലുടമയ്ക്ക് അല്ലെങ്കിൽ ആ വിദ്യാഭ്യാസ സ്ഥാപനത്തിന് അവർക്കിഷ്ടമുള്ള തരത്തിലുള്ള നിറത്തിലും അതിന് ഡിസൈനിലും പാറ്റേണിലും എല്ലാമുള്ള യൂണിഫോം നിഷ്കർഷിക്കുന്നതിനുള്ള അവകാശത്തിന് മുകളിലല്ല എന്ന് സ്ഥാപിക്കുന്ന സുപ്രീം കോടതി വിധികൾ അനേകമുണ്ട്. അതുകൂടാതെയാണ് ഇപ്പോൾ മഞ്ജുഷ് പറഞ്ഞിരിക്കുന്ന 2018 കേരള ഹൈക്കോടതിയുടെ ഫാത്തിമ തൻസീം കേസിലുണ്ടായിരിക്കുന്ന വിധി. ആ വിധിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യം തന്നെ വളരെ വ്യക്തമാണ്. ഒരു വിദ്യാർത്ഥിക്ക് വ്യക്തിപരമായിട്ടുള്ള അവകാശങ്ങൾ ഉണ്ടായേക്കാം. ഇപ്പൊ ഈ വിഷയത്തിലാണെങ്കിലും ആ വിദ്യാർത്ഥിക്ക് അതിന് ഇഷ്ടപ്പെടുന്ന മതവസ്ത്രം ധരിക്കണമെന്നുള്ള ഒരു അവകാശമുണ്ട്. പക്ഷേ ഒരു വിദ്യാർത്ഥിയുടെ വ്യക്തിപരമായിട്ടുള്ള അവകാശം ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ അവകാശങ്ങൾക്ക് മുകളിലല്ല എന്നാണ് അവിടെ പറയുന്നത്. എന്ന് വെച്ചാൽ ഓരോ മതവിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർ അവർക്ക് ഇഷ്ടമുള്ള തരത്തിലേക്ക് അവർക്ക് പ്രിസ്ക്രൈബ് ചെയ്തിരിക്കുന്ന യൂണിഫോമിൽ മതപരമായ തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ പിന്നെ അത് യൂണിഫോം എന്നതിനെ വിളിക്കാൻ കഴിയില്ല. പക്ഷേ ചില സ്കൂളുകൾ അത് അനുവദിക്കുകയും ചെയ്യും. ബൈലോയിൽ ഇല്ല എങ്കിലും, നിയമത്തിലില്ല, അവരുടെ സ്കൂൾ ഡയറിയിൽ ഇല്ല എങ്കിൽ പോലും അനുവദിക്കാറുമുണ്ട്. അങ്ങനെയും കണ്ടുവരുന്നുണ്ട്. പക്ഷേ അത് എതിർപ്പ് പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് അംഗീകരിക്കേണ്ടി വരും, അല്ലേ? അത് തന്നെയാണല്ലോ ഹൈക്കോടതി ആ വിധിയിൽ എടുത്തു പറഞ്ഞിരിക്കുന്നത്. ഇറ്റ് ഈസ് for the institution to decide whether the petitioners can be permitted to attend the classes with the headscarf and full sleeve shirt. It is purely within the domain of the institution to decide on the same എന്ന്, അല്ലേ? വേണമെങ്കിൽ സ്കൂളുകൾക്ക് അനുവദിക്കാം. അങ്ങനെയാണെങ്കിൽ അങ്ങനെയുള്ള സ്കൂളുകളും ഉണ്ടല്ലോ. ഇപ്പോൾ ബൈലോയിൽ ഇല്ലെങ്കിലും ഹിജാബ് ധരിച്ചു വന്നാൽ തടയാത്ത സ്കൂളുകളുമുണ്ട്. എക്സാക്ട്ലി. അതായത് ഇതിന്റെ പൊതുവെയുള്ള സുപ്രീം കോടതിയുടെ ഡയറക്റ്റീവ് എന്ന് പറഞ്ഞാൽ പൊതുവെ ഈ യൂണിഫോം നിർബന്ധമാക്കാൻ പറ്റുന്ന ഇൻസ്റ്റിറ്റ്യൂഷനുകൾ നമ്മൾ സാധാരണ നോക്കുന്നത് എവിടെയാണ്? അത് സ്കൂളുകളാണ്. അതേപോലെ തന്നെ നമുക്ക് ഈ പറയാൻ പറ്റുന്ന ചില കമ്പനികളുണ്ട്. അപ്പോൾ ആ കമ്പനികളിലുള്ള ജീവനക്കാർക്ക് യൂണിഫോം ഉണ്ട്. ചില സ്ഥാപനങ്ങളുണ്ട്. ഇപ്പോൾ വേണമെങ്കിൽ ഹോസ്പിറ്റൽ, ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളുണ്ട്.
അവിടെയൊക്കെ തന്നെ യൂണിഫോം ഏത് രീതിയിലാകണം എന്നുള്ളത് അവരുടെ മാത്രം ഡിസ്ക്രിപ്ഷനാണ്. അപ്പോൾ അതിൽ മതവസ്ത്രമാകാൻ പാടുണ്ടോ, മതവസ്ത്രം ഒഴിവാക്കണോ, ഈ കാര്യമെല്ലാം പൂർണ്ണമായിട്ടും അതിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ തീരുമാനമാണ്. ഇവിടെ ഈ സെയിൻറ്റ് റീറ്റാസ് പബ്ലിക് സ്കൂളിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ തീരുമാനമനുസരിച്ച് അവർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഒരു യൂണിഫോം ഉണ്ട്. അപ്പോൾ അതിൽ വളരെ കൃത്യമായിട്ട് പെൺകുട്ടികൾ എന്ത് വസ്ത്രം ധരിക്കണം, അവരുടെ മുടി ഏത് രീതിയിലാണ് അവർ ഒരുക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് ചട്ടപ്രകാരം തന്നെ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ സ്കൂളിൽ അഡ്മിഷൻ നേടുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം, അവിടെ അഡ്മിഷന് വേണ്ടിയിട്ട് അപ്രോച്ച് ചെയ്യുന്ന ഒരു രക്ഷകർത്താവിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ യൂണിഫോം പോളിസി അവർ കംപ്ലൈ ചെയ്യുന്നു എന്ന രീതിയിലത്തേക്ക് എക്സ്പ്രസ് ആയിട്ടുള്ള അവരുടെ കൺസെൻറ്റ് അവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ കൺസെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിനർത്ഥം അവർ എന്ത് തരത്തിലുള്ള മാറ്റം അവരുടെ യൂണിഫോം പോളിസിയിൽ കൊണ്ടുവന്നാലും അത് ഇവർക്ക് ബൈൻഡിങ് ആണെന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഒരു 10-30 വർഷത്തിന് മുകളിലായി നിൽക്കുന്ന ഒരു യൂണിഫോം പോളിസി ഉണ്ട്. അത് അവരുടെ സ്കൂളിൻ്റെ ഡിസിപ്ലിനുമായി ബന്ധപ്പെട്ട സ്കൂളിൻ്റെ യൂണിഫോം പോളിസിയാണ്. അതിൽ തീരുമാനമെടുക്കേണ്ടത് മാനേജ്മെൻ്റ് ആണ്, അല്ലാതെ ഇൻഡിവിജ്വൽസ് അല്ല. അപ്പോൾ അതുകൊണ്ടാണ് പറഞ്ഞത്, ഒരു വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തിനേക്കാൾ അവിടെ മാനേജ്മെൻറ്റിൻ്റെ സ്വാതന്ത്ര്യത്തിനാണ് കൂടുതൽ താല്പര്യം അല്ലെങ്കിൽ പ്രാധാന്യം കിട്ടുക. 2022 ഒരു വിധി ന്യായം, അതിനെക്കുറിച്ച് ഇന്ന് ഈ സ്കൂൾ തന്നെ പറയുന്നുണ്ട്. സിന്ധു ശിവദാസ് കേസാണ്. അതിൽ തന്നെ പറയുന്നത് യൂണിഫോം ഒരു സ്ഥാപനത്തിൽ നിർബന്ധമാക്കുക എന്ന് പറയുന്നത് ഒരു ക്രൂരതയല്ല എന്നുള്ളതാണ് കോടതിയുടെ ഉത്തരവ്. അതിന് പുറമെയാണ് ഈ കർണാടക ഹൈക്കോടതിയുടെ ഹിജാബ് റൂളിംഗ് വന്നിരിക്കുന്നത്. ആ വിധിയും റദ്ദ് ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് ഓർക്കണം. ശരി, ശ്രീ ടി എ മുജീബ് റഹ്മാൻ